morning, dear students. All are welcome to Financial Accounting Classroom. The last two classes we are discussed on statement of changes in financial position and statement of changes in profit and loss account. ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യേണ്ട ഫോർമാറ്റ് എങ്ങനെയാണ് എന്നുള്ളത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരു മൾട്ടിനാഷണൽ കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കൊടുക്കേണ്ട ആൻസർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, statement of profit and loss account, statement of changes in equity and statement of cash flows. അതിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഔട്ട് ഓഫ് സിലബസ് ആണ്. അതുകൊണ്ട് ആ ഒരു ഫാക്ടറിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി 3 സ്റ്റേറ്റ്മെന്റും നമ്മൾ കൃത്യമായി പഠിക്കണം. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിലേക്ക് നമുക്ക് പോവാം. യെസ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഇത്തരത്തിലാണ് ഫോർമാറ്റ്. ദാറ്റ് മീൻസ് ഓപ്പണിംഗ് ബാലൻസ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓപ്പണിംഗ് ബാലൻസ്, റിട്ടേൺഡ് ഏർണിംഗ്സ്. റിട്ടേൺഡ് ഏർണിംഗ്സ് മീൻസ് കറന്റ് ഇയറിലെ പ്രോഫിറ്റ്. റിട്ടേൺഡ് ഏർണിംഗ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ്, സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ മാറ്റി വെച്ചിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസ്, ക്യാപിറ്റൽ റിസർവ് ഓർ ജനറൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ് ഓർ ജനറൽ റിസർവ് ഓപ്പണിംഗ് ബാലൻസ്, revaluation surplus opening balance, then total value. That means opening value ന്റെ total ഇത്രയും ഫാക്ടറിന്റെ total volume. Then issue of bonus. ബോണസ് ഏതെങ്കിലും രീതിയിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫാക്ടേഴ്സിൽ ബോണസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നു. ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓർ ദ റിസർവ് വോളിയം ഓർ എനി സർപ്ലസ് വാല്യൂ. ദെൻ ന്യൂ ഇഷ്യൂ. നെറ്റ് ഇൻകം, കറണ്ട് ഇയറിലെ ഇൻകം പോസ്റ്റ് ചെയ്യുന്നു. ട്രാൻസ്ഫർ ടു റിസർവ്, ദെൻ ഐദർ ക്യാപിറ്റൽ റിസർവ് ഓർ ജനറൽ റിസർവ്. ഡിവിഡൻഡ് ഈസ് ദി പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, ഫൈനൽ ഡിവിഡൻഡ്, ഡിവിഷബിൾ പ്രോഫിറ്റ്, എനിവേ. ഷെയർ ബൈബാക്ക്, കമ്പനി ഷെയർ ബൈബാക്ക് ചെയ്യുന്നു. ദെൻ CDT മീൻസ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. ദെൻ ബാലൻസ് ഷീറ്റ് ക്ലോസിംഗ്, ദാറ്റ് മീൻസ് ഈ ഓരോ കോളത്തിൻ്റെയും ടോട്ടൽ വാല്യൂ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ ഇതിനകത്ത് എങ്ങനെ സിമ്പിൾ ആയിട്ട് വർക്കൗട്ട് ചെയ്യാം എന്നുള്ളത് ചെക്ക് ചെയ്യാം. പ്ലീസ് ലിസൺ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓപ്പണിംഗ് ബാലൻസ്, സെക്യൂരിറ്റി പ്രീമിയം ഓപ്പണിംഗ് ബാലൻസ്, സർപ്ലസ് ഓപ്പണിംഗ് ബാലൻസ്, ജനറൽ റിസർവ് ഓപ്പണിംഗ് ബാലൻസ്, റീവാലുവേഷൻ റിസർവ് ഓപ്പണിംഗ് ബാലൻസ്, then equity share capital issued during the year 2018-19 during the year, security premium on new issue, comprehensive income, that means net income 2018-19 means during the year, transfer to general reserve. The question may be either capital reserve or general reserve, anyway. Then dividend proposed, that means proposed dividend. Yes. ഇനി എങ്ങനെ ഇത് നമുക്ക് ആൻസർ ചെയ്യാന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓപ്പണിംഗ് ബാലൻസ്, ദാറ്റ് മീൻസ് ബാലൻസ് ഓൺ ഓപ്പണിംഗ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ₹20 lakh. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ കോളത്തിൽ പോസ്റ്റ് ചെയ്യാം ₹20 lakh. സെക്യൂരിറ്റി പ്രീമിയം ഓപ്പണിംഗ് ബാലൻസ് ₹5 lakh. ഓപ്പണിംഗ് ബാലൻസ് ₹5 lakh. സർപ്ലസ് 11,50,000. റിട്ടേൺഡ് ഏർണിംഗ്സ് 11,50,000. General reserve opening balance, either capital reserve or general reserve, 27 lakh. Revaluation reserve, revaluation surplus ₹80,000. Revaluation surplus 80,000. The total column, that means ഈ റോസിന്റെ ടോട്ടൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. അടുത്തത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂഡ് ഡ്യൂറിംഗ് ദി ഇയർ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂഡ് ഡ്യൂറിംഗ് ദി ഇയർ, that means new issue 28 lakh during the year. The opening balance ആണ് during the year ഇഷ്യൂ ചെയ്തിട്ടുള്ളതാണ്. Security premium on new issue, then security premium column, then new issue ₹5,50,000.
comprehensive income, that means net income. 2018-19 means during the year. Retained earnings, net income. Retained earnings rupees 25,76,000. Then transfer to general reserve. Transfer to general reserve. Then general reserve was rupees 14,15,000. 14,15,000. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഇങ്ങോട്ടുള്ള പാർട്ട് ക്വസ്റ്റ്യൻ അകത്ത് പറഞ്ഞിട്ടില്ല, അത് നമ്മളാണ് മനസ്സിലാക്കി ചെയ്യേണ്ടത്. കാരണം റീറ്റെയിൻഡ് ഏണിങ്സ് കറണ്ട് ഇയറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇൻകംസ് ആണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തു, ഡ്യൂറിംഗ് ദി ഇയറിൽ ഉണ്ടാക്കിയിട്ടുള്ള നെറ്റ് ഇൻകം റെക്കോർഡ് ചെയ്തു. ഇതിൽ നിന്നും ഫണ്ട് എടുത്തിട്ടാണ് റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ അത്രയും വാല്യൂ മൈനസ് ചെയ്ത് കാണിക്കണം. അതായത് അത്രയും തുക ഇവിടുന്ന് കുറഞ്ഞു, റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അത്രയും വാല്യൂ ഇവിടെ കുറഞ്ഞു. അപ്പോൾ ഇവിടെ മൈനസ് ഫിഗർ കാണിക്കുന്നു, അതിന് വേണ്ടി ഇവിടെ ബ്രാക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ബ്രാക്കറ്റിന്റെ മീനിങ് ഇത് മൈനസ് വാല്യൂ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ട്രാൻസ്ഫർ ടു റിസർവ്, ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ ആണ്, അഥവാ ഒരു മൈനസ് വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതിന്റെ കോളംസിന്റെ ടോട്ടൽ കോളം ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും, ഒരു വാല്യൂ ഉണ്ടാവില്ല. നെക്സ്റ്റ് വൺ, ഡിവിഡൻഡ് പ്രൊപ്പോസ്ഡ് rupees 5 lakh. That means dividend. Dividend proposed rupees 5 lakh. Dividend column, then retained earnings 5 lakh കുറച്ച് കാണിക്കുന്നു ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിന് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഏണിങ്സിൽ ഉണ്ടായിരിക്കണം. ആ ഏണിങ്സ് എന്ന് കുറച്ച് കാണിക്കുന്നു. അതിന്റെ ടോട്ടൽ കോളത്തിൽ 5 lakh rupees ഡിവിഡൻഡ് കൊടുത്തതായിട്ട് കാണിക്കുന്നു. ഇത് മൈനസ് വാല്യൂ ആണ്, കാരണം ഇവിടെ മൈനസ് വാല്യൂ ആണ്, റിട്ടേൺ ഏണിങ്സ് എന്ന് കുറച്ച് കാണിച്ചു, അതുകൊണ്ട് അതിന്റെ ടോട്ടൽ കോളത്തിലും അത് മൈനസ് വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഡിവിഡൻഡ്. ഷെയർ ബൈബാക്ക്, അത് ഇതിനകത്ത് ഈ ക്വസ്റ്റിനകത്ത് ഒന്നും ട്രീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ വിട്ടുകളയുന്നു. ബൈബാക്ക്. CDT നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിന്റെ ഗ്രോസ് വാല്യൂ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഗ്രോസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രോസ് വാല്യൂ, the gross amount is equal to 5 lakh into 100 divided by 85. എന്തുകൊണ്ട് 85 ഡിനോമിനേറ്റർ ആയി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം CDTന്റെ ബേസിക് റേറ്റ് എന്ന് പറയുന്നത് 15% ആണ്. ബേസിക് റേറ്റ് ആണ് 15% ബേസിക്. ദെൻ 12% സർചാർജ്. 12%, 4% എഡ്യൂക്കേഷൻ സെസ്സുമാണ്. എഡ്യൂക്കേഷൻ സെസ് 4% ആണ്. അപ്പോൾ അതെല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു 15% ബേസ് കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ 100 minus 15 will get 85. ആ 85 ആണ് ഇതിന്റെ മേലെ ഇവിടെ ചാർജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ CDTന്റെ കറക്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 17.472% ആണ്. ഇതാണ് ആക്ച്വൽ റേറ്റ് ഓഫ് CDT. ദെൻ 15% ബേസിക് റേറ്റ്, 12% സർചാർജ്, 4% എഡ്യൂക്കേഷൻ സെസ്. ദെൻ 5 lakh into 100 divided by 85 will get 5,88,235. 5,88,235. ഇനി ഈ കിട്ടിയ വാല്യൂവിന്റെ CDT കാൽക്കുലേറ്റ് ചെയ്യുന്നു. That means 5,88,235 into 17.472 divided by 100. അതാണ് CDT ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. CDTന്റെ ആക്ച്വൽ റേറ്റ് 17.472 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നു 1,02,776. 1,02,776. അത് നേരെ എന്ത് ചെയ്യുന്നു, ഈ CDT കോളത്തിൽ റിട്ടേൺഡ് ഏർണിങ്സ് എന്ന് കുറച്ച് കാണിക്കുന്നു. ഇന്നെടുത്തിട്ടാണല്ലോ കൊടുക്കേണ്ടി വരിക. 1,02,776 രൂപ മൈനസ് വാല്യൂ. ദെൻ ഇവിടെ വരുമ്പോഴും അത് മൈനസ് വാല്യൂ ആയിരിക്കും, 76 മൈനസ് വാല്യൂ. അതായത് ഏർണിങ്സ് എന്ന് എടുത്തിട്ടാണ് ഇവിടെ എന്ത് കൊടുക്കുക,
ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതായത് പണ്ട് ഷെയർ ഹോൾഡേഴ്സ് ആയിരുന്നു കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുത്തിരുന്നത്. ഇപ്പോൾ കമ്പനീസ് ഡയറക്റ്റ് തന്നെ എന്ത് ചെയ്യണം, ഈ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുക്കണം. അതായത് ഡിവിഡൻഡിന്റെ മേലെയുള്ള ടാക്സ് ആണ് ഇത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിന്റെ ഗ്രോസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് എന്നിട്ട് CDTന്റെ ആക്ച്വൽ റേറ്റ് ആയ 17.472 ചാർജ് ചെയ്തുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി ഒന്നും ചെയ്യാനില്ല, ഇതിന്റെ ടോട്ടൽ വാല്യൂ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് കോളം ബേസിലും റോ ബേസിലും ഇതിന്റെ കാൽക്കുലേഷൻ നടത്തും. ടോട്ടൽ വാല്യൂ കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഇവിടെ 20, 11 lakh, 50, 5 lakh, 27 lakh and 80,000. ഇതിലൊക്കെ 64 lakh 30,000. 64 lakh 30,000. Here 28 lakh. ഇവിടെ ന്യൂ ബോണസ് ഇഷ്യൂസ് ഒന്നുമില്ല, 0. Here new issue 28 lakhും 5 lakh 50,000. ഇതിലൊക്കെ 33 lakh 50,000. 33 lakh 50,000. Here net income 25 lakh 76,000. Here transfer to reserve. ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ്, പോസിറ്റീവ് വാല്യൂ ആണ്, ആൻസർ ഈസ് 0. ഡിവിഡൻഡ് നെഗറ്റീവ് വാല്യൂ ആണ്, ഓൾറെഡി നെഗറ്റീവ് വാല്യൂ പോസ്റ്റ് ചെയ്തു. ഷെയർ ബൈബാക്കിൽ ഒന്നും ട്രീറ്റ് ചെയ്യാനില്ല. CDTയിൽ എമൗണ്ട് ഇവിടെ മൈനസ് വാല്യൂ ആണ്, ഇവിടെ മൈനസ് വാല്യൂ ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കോളംസ്, ഓരോ കോളംസും ആഡ് ചെയ്യാം. ദാറ്റ് മീൻസ് ഇവിടെ ഈ ഓരോ കോളത്തിൻ്റെയും ടോട്ടൽ വാല്യൂ, ദാറ്റ് മീൻസ് റീവാലുവേഷൻ സർപ്ലസ് വരെയുള്ള വാല്യൂ ആഡ് ചെയ്താൽ ഇവിടെ കിട്ടിയിരിക്കുന്ന ടോട്ടൽ കോളത്തിന് ഈക്വൽ ആവണം. അതുണ്ടായിരിക്കും, കാരണം നമ്മൾ ഈ ഓരോ റോസിന്റെ ടോട്ടൽ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിന്റെ നെറ്റ് റിസൾട്ട് ആണ് ഈ പറയുന്ന ഓരോ കോളംസിന്റെ വാല്യൂ ഈക്വൽ ആവുന്നത്. നമുക്ക് നോക്കാം. 48 lakh 48 lakh. Here return earnings 11 lakh 50,000 പോസിറ്റീവ് ആണ്, 25 lakh 76,000 പോസിറ്റീവ് ആണ്. ഈ മൂന്ന് വാല്യൂസും നെഗറ്റീവ് ആണ്. ദെൻ ആ മൂന്ന് വാല്യൂ നെഗറ്റീവ് ആയ സ്ഥിതിക്ക് ഇതിന്റെ റിയൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 17 lakh 8,224. Here 10 lakh 50,000. 10 lakh 50,000. Here 41 lakh 15,000. 41 lakh 15,000. Here only 80,000. Only 80,000. 80,000, 41 lakh 15,000, 10 lakh 50,000, 17 lakh 8,224 and 48 lakh. ഇതിന്റെ ടോട്ടൽ വാല്യൂ ആയിരിക്കും ഇവിടെ ഈ പറയുന്ന റോസ് നമ്മൾ കോളംസ് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നുണ്ടാവും. 1,17 lakh 53,224. 1,17 lakh 53,224. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. സിമ്പിൾ മെത്തേഡാണ്. ഈ ഒരു ഫോർമാറ്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് ഓപ്പണിംഗ് ബാലൻസ്, ബോണസ് ഇഷ്യൂ ചെയ്യുന്നു, ന്യൂ ഇഷ്യൂ ചെയ്യുന്നു, നെറ്റ് ഇൻകം കിട്ടുന്നു, ട്രാൻസ്ഫർ ടു റിസർവ്, ഡിവിഡൻഡ്, ഷെയർ ബൈബാക്ക് ചെയ്യുന്നത്, CDT. അപ്പോൾ ഈ CDTന്റെ ഫാക്ട് ക്വസ്റ്റ്യനകത്ത് എവിടെയും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുന്നു, CDT അടച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ CDT ഇതിന്റെ ഗ്രോസ് വാല്യൂ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഗ്രോസ് വാല്യൂവിന്റെ മേലെ CDTന്റെ ആക്ച്വൽ റേറ്റ് ആയ 17.472% വെച്ചിട്ട് ചാർജ് ചെയ്യണം. ആ എമൗണ്ട് റിട്ടേൺ ഏർണിങ്സ് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടാവുക, ടാക്സ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ടാക്സ് റേറ്റ് ഈ റിട്ടേൺ ഏർണിങ്സ് ഡിഡക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ മൈനസ് വാല്യൂ എഴുതുന്നു. ദെൻ ഡിവിഡൻഡ് ഈ 5 lakh rupees കൊടുത്തത്, അതായത് ഈ 5 lakh rupees ഡിവിഡൻഡും കൊടുത്തു, ആ ഡിവിഡൻഡിന്റെ മേലെയുള്ള ടാക്സും കൊടുത്തു. ദെൻ ട്രാൻസ്ഫർ ടു റിസർവ്, റിസർവിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് വേണം കൊണ്ടുപോകണമെങ്കിൽ റിട്ടേൺ ഏർണിങ്സ്. അപ്പോൾ റിട്ടേൺ ഏർണിങ്സിന് ഫണ്ട് എടുത്തതുകൊണ്ട് മൈനസ് വാല്യൂ കാണിച്ചു, ഇവിടെ അത് പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ടാണ് ഈ റോസിൽ ഇവിടെ വന്നപ്പോൾ 0 ആയത്. ഇതിനകത്ത് ഇവിടെ മൈനസ് മാത്രമേ ഉള്ളൂ. ഹിയർ മൈനസ്, ഹിയർ ദ മൈനസ്, ദെൻ ആൾസോ മൈനസ് വാല്യൂ. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ 3 ഫോർമാറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് and statement of changes in equity. 3 ഫോർമാറ്റും കംപ്ലീറ്റ് ആയി. ഓക്കെ, താങ്ക് യു.